ഞങ്ങളുടെ ഡ്രീം പ്ലേസ് കാശ്മീരിലേക്കാണ് ഈ ട്രിപ്പ്. ഇപ്പോൾ ഈ ബാംഗ്ലൂർ എയർപോർട്ടാണ്. ഇവിടുന്ന് നേരെ ഡൽഹിയിൽ പിന്നെ ശ്രീനഗർ ഫ്ലൈറ്റാണ്. 5 days ട്രിപ്പുണ്ട്. അതിൻ്റെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട് അവിടെ. ബാക്കി നമുക്ക് വ്ലോഗായിട്ട് കാണാം. ഹായ് ഗൈസ്, ഇതാണ് ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം എടുക്കുന്ന വീഡിയോ. അപ്പം നിങ്ങൾക്ക് വിചാരിക്കുന്ന ഇത്ര ദിവസം ഇട്ടത് എന്താണെന്നുള്ളത്, അത് എൻ്റെ ഹസ്ബൻഡ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഫോൺ സ്റ്റോറേജ് ഫുള്ളാക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന കുറച്ച് വീഡിയോസാണ്. അതൊക്കെ ഷോർട്ട് ചെയ്ത് എടുത്തിട്ട് ഞങ്ങളത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്താണ്. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ വീഡിയോ. പിന്നെ ഞങ്ങൾ അറിയുന്ന അത്യാവശ്യം ഞങ്ങളുടെ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ കാണുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യനാണ് എപ്പോൾ നോക്കിയാലും ട്രിപ്പാണ്, എപ്പോൾ നോക്കിയാലും കറക്കാണെന്നുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ട്രിപ്പും കാര്യങ്ങളും പോണതൊക്കെ വ്ളോഗായിട്ട് വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവർക്കും അപ്ഡേഷൻ എന്തായാലും കിട്ടും. വീക്കിലി ട്രിപ്പ് പോകുന്ന ആൾക്കാരൊന്നും അല്ല, എന്നാലും കറങ്ങാൻ പോകും. എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനോ സാറ്റർഡേ സൺഡേസിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകണമെങ്കിൽ ആ ഫംഗ്ഷൻ നടക്കണം, അടുത്തുള്ള പ്ലേസ് കാണാൻ പോകും. അവിടുന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കും. അതൊക്കെയാണ് സ്റ്റോറീസ് ഇടുക. അല്ലാതെ ഫുൾ ടൈം കറക്കൊന്നുമില്ല. ഞങ്ങളുടെ ട്രിപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ സാധനമൊക്കെ എടുത്ത് വീട്ടുകാരനെയും വീട്ടിലത്തെ ഫുഡൊക്കെ വിട്ട് 4-5 ദിവസം പുറത്ത് എവിടെയും പോയി നിൽക്കുക, അവിടെ ഉള്ള കറങ്ങി അടിക്കുക, അതൊക്കെയാണ് ട്രിപ്പിൽ പെടുക. അങ്ങനെയുള്ള ട്രിപ്പിൽ പെട്ട് കുറച്ച് വീഡിയോസും വ്ളോഗ്സാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിനായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ആരിനായാലും കൊണ്ടാക്കാൻ എയർപോർട്ടിന്റെ പുറത്ത് വരെ പോകുള്ളൂ, അല്ലാതെ ഉള്ളിലോട്ട് ഇതുവരെ ആരും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാംഗ്ലൂർ എയർപോർട്ടിന്റെ ഉള്ളിലത്തെ കുറച്ച് വീഡിയോസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്ലാനിങ്ങേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എപ്പോഴത്തേക്കും പോലും ജസ്റ്റ് വീഡിയോസ് എടുത്തു വെക്കാൻ മാത്രം ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എയർപോർട്ട് കണ്ടപ്പോൾ മോനെ വീഡിയോ ഇടാതെ വേറെ വഴിയില്ലാന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്താണ്. ചെക്കിങ്ങിലൊക്കെ കയറിയും അവസാനം നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ഇനി കുറേ നേരം 4 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഒരുപാട് കാണാനുണ്ടായിരുന്നു ഉള്ളിൽ. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ നിസ്കാര റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് യാത്ര ചെയ്യുന്നവർക്ക് നിസ്കരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞങ്ങൾ പിന്നെ നല്ല രീതിയിലുള്ള ആൾക്കാരായതുകൊണ്ട് ഒരു ദിവസത്തെ നിസ്കാരങ്ങളൊക്കെ അല്ലാഹു വീട്ടിൽ നിസ്കരിച്ച് യാത്രാ നിസ്കാരം നിസ്കരിച്ച് ദുആ ചെയ്തിട്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലോഞ്ചിൽ പോയി അവിടെ ബോർഡിംഗ് പാസ് കാണിച്ച് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള എൻട്രി ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് അനിയൻ മാത്രമേ പോയുള്ളൂ, ഞങ്ങളൊന്നും പോയില്ല. അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് കാണാം.
എയർപോർട്ടൊക്കെ കറങ്ങിയടിച്ച് നിസ്കാരം കഴിഞ്ഞ് ഫുഡിൻ്റെ അവിടെയൊക്കെ പോയി. ഞങ്ങൾ ഇനി ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഫ്ലൈറ്റിന് ടൈം ആയിട്ടുണ്ട്, ഞങ്ങൾ പോകാൻ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലോട്ടുള്ള വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.